ഹായ്. അപ്പം ഇന്ന് ഒരു ഡെയിലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുറത്തേക്ക് എന്നിട്ട് വന്നിട്ടേ ഉള്ളൂ. അതല്ലാട്ടോ കാര്യം ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നൊരു ഡെയിലൈഫാണ്. സമയം വന്നിട്ട് 8 മണിയായിട്ടേ വിളിച്ചു കേട്ടോ. കാരണം 9 മണിയാകുമ്പോൾ പോകണം. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുക. ഇപ്പോൾ പല്ലൊക്കെ തേക്കണം. കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ വെള്ളം പിടിക്കുകയാണ്. വെള്ളം പിടിക്കുകയാണ്. ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത് നിറച്ചിട്ടാണ് അപ്പോൾ രാവിലെ എനിക്ക് തുമ്മലാട്ട്. കുട്ടികളാണ് ഗേൾസ്. ഞാൻ അകത്ത് കയറി അതുകൊണ്ട് വെച്ചു. അമ്മയെ കാണിച്ചു. എന്നെ ചെയ്യ മട്ടേ അതെല്ലാം നിറച്ച് വെച്ചേ. വെച്ചെന്ന് പിന്നെ ഓക്കെ. ചിങ്ങനെ ഞാൻ പല്ല് വെക്കുന്ന ടൈപ്പിലൊക്കെ വരാം. പോയിട്ട് ഞാൻ പല്ല് വെക്കുന്ന ടൈപ്പാകുമ്പോൾ ഞാൻ എൻ്റെ ബിസ്കുറ്റിലൂടെ പാല് കൊടുക്കേണ്ട ബാക്കി തീർന്ന കവറാണ്. 50 വെച്ചിട്ട് പല്ല് ചിന്നിക്കുട്ടി അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ പൂച്ചക്കുട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലൊക്കെ വേണ്ടിയിട്ട് ബ്രഷും പേസ്റ്റും ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ല് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഞാൻ പല്ല് തേക്കുമായിരുന്നു. ഞാൻ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാട്ടോ തേച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത് പല്ലൊക്കെ ഇഷ്ടമില്ല. ആ കാഴ്ചയൊന്നും കാണാൻ വേണ്ടി പറ്റൂല. അപ്പം ഞാൻ ഒരിക്കലും എന്താണ് പല്ല് തേക്കുന്നത്. ചിന്നു എൻ്റെ കൂടെ ഇറങ്ങി നിന്നിട്ട് അതൊക്കെയാക്കി ഇരിപ്പുണ്ടായിരുന്നു. അവൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പല്ലൊക്കെ തേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ കുറച്ച് ലേറ്റ് ചെയ്ത് തേക്കാൻ വേണ്ടിയിട്ട് ഒരു 8:45 ആയെന്ന് തോന്നുന്നു പല്ലൊക്കെ ഇറങ്ങിയപ്പോൾ. അപ്പം അങ്ങനെ ഇതാ ഞാൻ പല്ലൊക്കെ തേച്ച് ക്യാമറയൊക്കെ എടുത്ത് ഞാൻ അകത്തോട്ട് കയറി. പിന്നെ ഞാൻ പുട്ടും മീൻകറി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാം റെഡി ആയിട്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ.
റെഡിയായിട്ട് ഇറങ്ങി. അമ്മ പമ്പിൽ പോന്നു. എന്നെ അമ്മ വീട്ടിലോട്ട് വിടുകയാണ്. അപ്പം അമ്മ വീട്ടിലോട്ട് ഞാൻ പോവും. പോയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 9:10 ആയെന്ന് തോന്നുന്നു, 9:15 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ അമ്മ വീട്ടിലോട്ട് വിട്ടിട്ട് പിന്നെ ഞാൻ വൈകിട്ട് 5:45 ആകുമ്പോഴേ ഞാൻ വരത്തുള്ളൂ. അപ്പം അങ്ങനെ പോവാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. വൈകിട്ട് ഞാൻ 5:45 ആകുമ്പോൾ വരുന്ന ആ സമയത്ത് ഞാൻ പിന്നെ വീഡിയോ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പോളയൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പോള നീക്കിയതാണ് 2 ദിവസത്തിനുള്ളിൽ ആ പോള ഫുള്ള് കംപ്ലീറ്റായി. ഇപ്പം അത് പോളപ്പൂവൊക്കെ പൂത്ത് അടിപൊളിയായി. പിന്നെ ഇത് പറയെത്തി. ഞാൻ ബാക്കി എടുത്തില്ല കേട്ടോ. പറയിലോട്ടെത്തി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട് കാണിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്നു വീട്ടിൽ 5:45 ആയപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഞാൻ വന്ന് എടുത്തില്ല ഗൈസ്, മറന്നു. പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. ഞാൻ പഠിക്കുന്ന സ്കൂളൊക്കെ പെയിൻ്റൊക്കെ അടിച്ചു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവായിരുന്നു. അമ്മയ്ക്ക് വയ്യ കേട്ടോ. അമ്മ പമ്പിലൊക്കെ നിൽക്കാൻ നമ്മുടെ കണ്ണിന് അലർജിയൊക്കെ പറ്റി. ഞാൻ ഹോസ്പിറ്റലിൽ പോവായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചിട്ട് അവിടെ ആ മരം ഉണ്ടല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. അപ്പോൾ ആ മരമൊക്കെ ഉണ്ട്, ഒക്കെ നോക്കിക്കൊണ്ട്. പിന്നെ ഒരു മേഘം ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലൊക്കെ ആയിരുന്നു നിൽക്കുമ്പോഴത്തേക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഞാനും അമ്മയോടെ ഇരിക്കുന്നു. ബ്ലറായി പോയി ഗൈസ്. പിന്നെ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇരുന്നുള്ളൂ. ഞാൻ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വന്നു. തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ വന്നപ്പോൾ രാത്രിയൊക്കെ ആയി. ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്നൊരു ഇതായതുകൊണ്ടാണ് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയത്. അത് കഴിഞ്ഞു വീട്ടിലോട്ട് പോവാം.